ഫാദറിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് ഹി ഹാസ് കമ്മിറ്റഡ് ഓർ ഹി ഹാസ് ഡിസൈഡഡ് ദാറ്റ് ഹി ഈസ് എൻ അഡിക്റ്റ്. ഫാദറിൻ്റെ ഒരു സ്റ്റെപ്പ് വൈസ് പ്രോട്ടോകോൾ ഫോർ ഡി അഡിക്ഷൻ എന്തായിരിക്കും? നമ്മൾ ഒരാൾ അതിനെ സമ്മതിക്കുകയാണെങ്കിൽ ആദ്യത്തെ ലെവലിൽ നമ്മളൊരു ഡീടോക്സിഫിക്കേഷനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള കെമിക്കൽസിനെ കൈകാര്യം ചെയ്യുക. അപ്പോൾ സ്ഥിരമായ കെമിക്കൽ ഉപയോഗിക്കുന്ന ആൾക്ക് ആ കൃത്യസമയത്ത് കെമിക്കൽ കിട്ടാതെ വരുമ്പോൾ പല പിൻവാങ്ങൽ ലക്ഷണങ്ങളും വരാം. അപ്പോൾ നമുക്ക് ഡീടോക്സിഫിക്കേഷൻ്റെ ലെവലിൽ ഈ വിഡ്രോവൽ സിംറ്റംസ് ആണ് നമ്മൾ അധികം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കൈകാര്യം ചെയ്ത് ഡീടോക്സിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചില എഫക്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ഉറക്കം കിട്ടാനായിരിക്കാം, ഒരു ആങ്സൈറ്റി മാറാനായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ മേഖലയിൽ ചില നമുക്ക് ഇൻ്റർവെൻഷൻസ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു സൈക്കോ തെറാപ്യൂട്ടിക് ഭാഗമുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളെന്തുകൊണ്ട് ഡ്രഗ് നിർത്തുന്നു, ഡ്രഗ് നിർത്തിയാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെ, ഡ്രഗ് നിർത്തുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെ. ദോഷങ്ങളും ഉണ്ട്. കാരണം ഒരു പാർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഡ്രഗ് ഉപയോഗിച്ചാൽ അത് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആ സോഷ്യൽ ഇത് മാറുന്നു. അപ്പൊ അതിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെ. അപ്പൊ ഇത് ആളെ കുറിച്ച് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണം. കാരണം നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഓവർ കോൺഫിഡൻസ് പാടില്ല. കാരണം യു ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് എ കെമിക്കൽ ഈസ് മോർ പവർഫുൾ ആൻഡ് അതിനാണ് എപ്പോഴും ഡോമിനൻസ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ന് വേണമെങ്കിൽ ഇതിലേക്ക് വീണ് പോകാം, സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു സ്ലിപ്പാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ റിലാപ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് നേരിടാം, അതിനെന്തൊക്കെ ഗാർഡാണ് നമ്മൾ വേണ്ടത്, അതാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുക. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഞാൻ വീണ്ടും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടാലാണ് ഞാനത് വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു സ്കെച്ചും പ്ലാനും നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് ആൻറ്റി ക്രേവിങ് ഡ്രഗ്സ് ഉണ്ട്. അപ്പം ആൻറ്റി ക്രേവിങ് ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാം. കാരണം അതിൻ്റെ ക്രേവിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വീണ്ടും തുടങ്ങാനുള്ള കാരണം. അപ്പം ക്രേവിങ് വരുമ്പോൾ ഒരു 20 to 30 minutes ഒക്കെയാണ് അത് ഉണ്ടാവുക. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നാൽ ഞാൻ പോയി കുടിച്ചേക്കാം, ഇതിനേക്കാളും ഭേദം അതാണ് സ്മോക്കിംഗ്. അപ്പം ആ ഒരു ആൻറ്റി ക്രേവിങ്ങിന് കെമിക്കൽ ഇതിൽ നമുക്ക് ചില ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇതുകളൊക്കെ ഉപയോഗിച്ച് നമുക്കത് ക്രേവിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഒരു അപ്രോച്ച്, മൾട്ടി പ്രോങ് അപ്രോച്ചാണ് ഇതിന് വേണ്ടത്. എല്ലാവരും കൂടി കൂട്ടിപ്പിടിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ എത്ര ഡി അഡിക്ഷൻ ചെയ്തിട്ടും കാര്യമില്ല. കാരണം അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കുടിയിരുത്തിയിട്ട് എന്താ കാര്യം. പക്ഷെ നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം കുടി നിർത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. പിള്ളേർക്ക് വേണ്ടി മാത്രം കുടി നിർത്തുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കുടി നിർത്തുന്ന ആളുകൾ. അപ്പം ഈ ഒരു മൾട്ടി ലെവലിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്.